ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ രാവിലെ എണീറ്റിട്ടുണ്ട്. ഇന്ന് നമ്മൾ 8:10 ട്രെയിന്. ഇന്ന് പോകുന്നത് കുത്തബ് മീനാർ, ഹുമയൂൺ ടോംബ്, പിന്നെ എന്തെങ്കിലും മാർക്കറ്റിൽ പോകും സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. പറ്റുമെങ്കിൽ പാലിക ബസാർ ചിലപ്പം പോകും. ടൈം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോകും. അപ്പം ഞങ്ങൾ രാവിലെ എണീറ്റിട്ട് റെഡി ആയിട്ടിരിക്കുക. ഇനി നമുക്ക് കുത്തബ് മീനാറിൽ പോയിട്ട് കാണാം ഗൈസ്. കംപ്ലീറ്റ് ചെയ്ത ഇൽത്തുമിഷ് പഠിച്ചതാ. കംപ്ലീറ്റ് ചെയ്ത ഇൽത്തുമിഷ്. ശരി, ഒരാൾ തുടങ്ങി വേറൊരാൾ കംപ്ലീറ്റ് ചെയ്ത്. നമ്മൾ കഴിഞ്ഞ സെമ്മിലല്ലേ പഠിച്ചേ ഗൈസ്. ഞങ്ങളങ്ങനെ കുത്തബ് മീനാറിൽ വന്ന് രാവിലെ വന്ന് നല്ലൊരു എടുത്ത് ഗൈസ്. കുത്തബ് മീനാർ തോണ്ട ഗൈസ്. ഞങ്ങൾ അടുത്തോട്ട് പോട്ട് അധികം ഞങ്ങൾ രാവിലെ വന്നോണ്ട് വലിയ തിരക്കൊന്നുമില്ല. നല്ല തണുപ്പുണ്ട്. അതെ, നല്ല തണുപ്പുണ്ട്. തണുത്ത് ഗൈസ്. ഇവിടെ 3-4 മോണുമെന്റ് ഉണ്ടെന്നാ പറയുന്നേ. ഓരോന്ന് കാണണം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ നിങ്ങളെ ബാക്ക് ക്യാമറ ഇട്ടെല്ലാം കാണിച്ചു തരാം. ആണ്ടേ, അതെന്താ കാണുന്നേ? കോട്ടയുണ്ട്. അതോ കോട്ടയില്ല, എന്തോ വൃത്തിയുണ്ട്. അത് കൊള്ളാം, അവിടെ കൊള്ളാം. അത് ആ സ്ഥലം കൊള്ളാം. അത് കണ്ടാ, അങ്ങോട്ട് പോവാണേ. എനിക്ക് ഈ ഒരു സ്ട്രക്ചർ ഇഷ്ടപ്പെട്ടു. ഇത് കൊള്ളാം ഗൈസ്. താണ്ട് നമ്മൾ കുത്തബ് മീനാറിൻ്റെ അടുത്തെത്തി. ഓക്കെ, നല്ല വലുതല്ലേ? അങ്ങരുണ്ട്. ഇത്രയും ഭംഗിയില്ല. ഇവിടെ ഞാൻ ഈ ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ജസ്റ്റ് ഒരു മിനാർ, കുത്തബ് മിനാർ നടുക്ക് നിൽക്കുന്ന മാത്രമേ. ഞാനും അത് വിചാരിച്ചു. പക്ഷെ അത്യാവശ്യം കുറേ ഉണ്ട്. എന്തേ അങ്ങോട്ട് നമുക്ക് ഇത് കണ്ടിട്ട് പോവാം ഗൈസ്. ഇത് കാലിഗ്രഫിയാണോ അതിനകത്ത്? എനിക്ക് കണ്ടിട്ട് അറബി ലെറ്റേഴ്സ്. എനിക്കും അത് തന്നെ തോന്നുന്നത്. എന്തോ എഴുതിയിരിക്കുന്നത്. ഇവരൊക്കെ മറ്റേ മുസ്ലിം ഇത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഹ്യൂമൻസിനെ ഒന്നും ഡെപ്പിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ക്രിയേഷൻ, അതായത് ആനിമൽസിൻ്റെ ആയാലും ബേർഡ്സിൻ്റെ ആയാലും ഹ്യൂമൻസിൻ്റെ ആയാലും ക്രിയേഷൻ എന്ന് പറയുന്നത് ഗോഡിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവർ ആർട്ടിൽ അതുകൊണ്ട് തന്നെ അത് റെപ്രസെൻറ്റേറ്റ് ചെയ്തില്ലായിരുന്നു ഹ്യൂമൻസിനെയും ആനിമൽസിനെയും ബേർഡ്സിനെയും ഒന്നും. അതിന് പകരം ഇവർ യൂസ് ചെയ്യുന്നത് ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ലെറ്റേഴ്സ് കൊണ്ടും പിന്നെ ഫ്ലവേഴ്സ്, പിന്നെന്താ കുറേ കുഞ്ഞു ചെടികൾ പോലൊക്കെ വരച്ചായിരുന്നു ഡെക്കറേറ്റ്. അതായത് നമ്മളെല്ലായിടും ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ഫോട്ടോ പോലും ഇല്ലായിരുന്നല്ലോ. അങ്ങനെയായിരുന്നു അവർ ചെയ്യുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് കാലിഗ്രഫി. കാലിഗ്രഫി എന്ന് പറയുന്നത് ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ ലെറ്റേഴ്സ്. അതായത് ഭയങ്കര ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വെച്ചാണ് ഇവർ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇതാണ് അലൈ ദർവാസ. ഇതെന്ന് പറയുന്നത് എന്താണ്, കുവൈറ്റ് മോസ്കിൻ്റെ സദേൺ ഗേറ്റിലാണ് നമ്മൾ കാണുന്നത്. ഇത് ഒഴിച്ച് ബാക്കിയെല്ലാം നശിച്ചു. ഇത് മാത്രമേ ഫോളോ ഡൗൺ ചെയ്യാതിരുന്നുള്ളൂ. ഇത് മാത്രമേ ഇപ്പോൾ ബാക്കിയെല്ലാം നശിച്ചെന്ന് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് ഭാഗത്തോട്ട് നോക്കാം. അടിപൊളി. നോക്കേ, അതാ നല്ല പൊക്കൂടി. 2 തലമുറ ഇരുന്ന് ചെയ്തതാണ് അലാവുദ്ദീൻ. നല്ല കാർവിങ്സ്, നല്ല ഉയരമുണ്ട്. നല്ല സൈലന്റ് ആയോണ്ട്, ഇതിൻ്റെയൊക്കെ മണ്ടയിൽ നല്ല സൈലന്റ് ആയോണ്ട് നല്ല രസമുണ്ട്. ഇവിടെ നിൽക്കാൻ വരെ നല്ലൊരു പ്രത്യേകതരം ഒരു വൈബ്. ഇതിന്റെ വാലെ കൂടി കിട്ടാൻ പോകുന്നുണ്ട്. സത്യം, അടിപൊളി കാർവിങ്സ്. ഇത് വൈറ്റ് മാർബിളാണ്. കൊള്ളാം. പണിത് ടോംബ് ഓഫ് ഇമാം സെമി. മുഹമ്മദ് അലി എന്തോ അല്ലേ ആണോ? ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാൻഡ് സ്റ്റോണിന്റെ ഇടയിൽ ഫുള്ള് വൈറ്റ് മാർബിൾ വെച്ചാൽ അവർ ചെയ്തേക്കുന്നല്ലോ. കണ്ടോ? ഇതും സെയിം തന്നെയാണ്. സാൻഡ് സ്റ്റോണിന്റെ ഇടയിൽ വൈറ്റ് മാർബിളിലാണ് ആ കൊത്തുപടി. സാൻഡ് സ്റ്റോണിൽ വൈറ്റ് മാർബിളിലാണ് ആ കൊത്തുപടി ചെയ്ത് ഇതാക്കിയിട്ടുള്ളവർ. ഗൈസ്, കണ്ടേ, അതാ ടോംബിൻ്റെ ഉൾവശമാണ് ഇപ്പം കാണുന്നത്. കയറാവോ എന്തോന്ന് അറിഞ്ഞൂടാ. ഞങ്ങളെന്തായാലും കയറുന്നില്ല, അകത്തോട്ടൊന്നും കയറുന്നില്ല. അടുത്തത് കാണാം ഗൈസ്. കുത്തബ് മീനാറിൻ്റെ മാപ്പാ. ഇവിടെ നമ്മൾ അലൈ ദർവാസ കണ്ട്, കുത്തബ് മീനാർ ഉണ്ട്. ഇനി അയൺ പില്ലർ, ഇൽത്തുമിഷിൻ്റെ ടോംബുണ്ട്, പിന്നെ വേറെ ആരുടെ ടോംബുണ്ട്.
ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് വായിക്കാൻ പറ്റും. ഗേറ്റ് വേ. ഇനി ബാക്കിയെല്ലാം കാണാം ഗൈസ്. അത് കുത്തബ്ബുദ്ദീൻ ഐബക്ക് പണിതത് ബ്ലൂ ഇൽത്തുമിഷിന്റെയും ബ്ലാക്ക് ഫുള്ള് അലാവുദ്ദീനാണ് കൂടുതലും ഇതാക്കിയിട്ടുള്ളത്. മെയിനായിട്ട് ഇവര് 3 പേരാ പണിഞ്ഞേക്കുന്നത്. ഈ കാണുന്നതാണ് ഖുവാത്തുൽ ഇസ്ലാം മസ്ജിദ്. ഇത് പണിഞ്ഞത് കുത്തബ്ബുദ്ദീൻ ഐബക്കാണ് ഗൈസിന്റെ. അകത്തോട്ട് നമുക്ക് കയറി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മളിതിന്റെ അകത്ത് കയറി നോക്കിയാൽ നല്ല കാർവിങ്സ് അടിപൊളിയായിട്ടുണ്ട് മോള് ചെയ്തേക്കുന്നത്. ഒക്കെ ബാക്കി പൊളിഞ്ഞു പോയതാണോ എന്തോ. പൊളിഞ്ഞു പോയി, കുറെയൊക്കെ പൊളിഞ്ഞു കിടക്കുന്നു. കൊള്ളാം, അടിപൊളി സ്ഥലം ഗൈസ്. നല്ല ഇപ്പം ഇച്ചിരി വെയിലിച്ചിരി വരുന്നുണ്ട്, എന്നാലും നല്ല തണുപ്പുണ്ട് ഗൈസ്. ഇതാണ് അയൺ പില്ലർ. അവിടെ എന്തോ ഒരു ഇൻസ്ക്രിപ്ഷൻ എന്തോ ഉണ്ട്. എന്താ ബ്രഹ്മി സ്ക്രിപ്റ്റ് അതിനകത്തുണ്ട്. ഇതാ അയൺ പില്ലർ. നേരത്തെ ആ മാപ്പിൽ കണ്ടത്. ഇതാരായിരുന്നു പണിഞ്ഞ്? ഇത് ചന്ദ്രഗുപ്ത 2 ആണ്. ഓ ചന്ദ്രഗുപ്തയുടെ മെമ്മറിക്ക് വേണ്ടി പണിഞ്ഞതാണ് ഈ ഒരു അയൺ പില്ലർ. ഇതിനകത്ത് ആ ഒരു കൊത്തുപണിയൊക്കെ കണ്ടോ? എനിക്ക് ഇവിടുത്തെ ഈ ഒരു കാർവിങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുണ്ട്. കണ്ടേ എന്തൊരു പാടായിരിക്കും, പക്ഷെ നല്ലപോലെ ചെയ്തേക്കുന്നത്. ഇപ്പോഴും കാണാൻ ഭംഗിയുണ്ട്. അപ്പം അന്ന് എങ്ങനായിരിക്കും ഇപ്പോഴും ആ ഒരു ഭംഗി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട്. കണ്ടേ കാണാൻ ദൂരത്തുനിന്നും അടുത്തുനിന്നും എല്ലാം കാണാൻ അടിപൊളിയാണ്. ഒരു അയൺ പില്ലറിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പം കാണുന്നതാണ് ഇവിടെ. ഇതൊക്കെ കുറേയൊക്കെ പൊളിഞ്ഞു പോയി, പക്ഷെ നല്ല രസമുണ്ടെന്നാലും. പൊളിഞ്ഞു പോയെങ്കിലും എന്നൊക്കെ എൻ്റെ ആ ഒരു ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ ഉണ്ട്, എന്തുവാന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. അവിടെ തത്തയിരിക്കുന്നത് അവിടെ വേണ്ട നോക്കേ. ഇതിൻ്റെ അകന്നൊക്കെ ഇതെന്താന്ന് അറിഞ്ഞൂടാ, പക്ഷെ കൊള്ളാല്ലേ. ഇതിങ്ങനെ പണിഞ്ഞേക്കുന്നതല്ലെന്ന് തോന്നുന്നു. പൊട്ടിപ്പോയതാ, പക്ഷെ പൊട്ടിയെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. തത്തയൊക്കെ ഇരിപ്പുണ്ട്. ഇങ്ങനൊന്നും നമ്മുടെ അവിടെ കാണൂല. അറിഞ്ഞൂടാ. ഓക്കെ, ഇതിന് ഞങ്ങൾ നേരത്തെ കാണിച്ചതിന്റെ അകത്താണ് ഇപ്പൊ ഉള്ളത്. അതിന്റെ ഇടയ്ക്ക് വേറെ കുറെ ആളുകളുടെ കൊത്തുപണിയുണ്ട്. ശരി, ഇതൊക്കെ എന്തിനാ ചെയ്തേക്കുന്നേ? ഓക്കെ, നശിപ്പിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നു. ഈ കാണുന്നതാണ് ഇൽത്തുമിഷിന്റെ ടോംബ്. ഇൽത്തുമിഷ് എന്ന് പറയുന്നത് മാംലുക്ക് ഡൈനാസ്റ്റിയിലുള്ള ആളായിരുന്നു. അയാള് കുത്തബുദ്ദീൻ ഐബക്കിന്റെ സണ്ണിൻലോയും സക്സസറുമായിരുന്നു. ഇൽത്തുമിഷാണ് ഈ ഒരു കുത്തബ് മിനാർ പൂർത്തീകരിച്ചത്. ഇതിന്റെ കുത്തബുദ്ദീൻ ഐബക്ക് പൂർത്തീകരിച്ചത് ഇൽത്തുമിഷാണ്. ഇതിന്റെ എന്തുവെന്ന് നീ നേരത്തെ പറഞ്ഞ പാറ്റേൺ അറബസ്ക്യൂ ജോമെട്രിക് പാറ്റേൺസ് ആണ്. ഈ ഒരു ബിൽഡിംഗ് ഫുള്ള് അങ്ങനെ ആ ഒരു പാറ്റേണിലാണ് ചെയ്തതാണ്ടേ. ഇതാണ് നമ്മുടെ ഇൽത്തുമിഷിന്റെ ടോംബ്. ഇത് അന്നത്തെ ടൈമിലെ വല്ല അനശ്വരയ്ക്ക് അതിനകത്ത് കയറി ചാടണോന്നൊക്കെ പറയുന്നത്. ഇപ്പം വീഡിയോ ആണോ? കേറിക്കോ. കയറുന്നില്ലേ? ഇപ്പം കയറണ്ട. ഈ കാണുന്നതാണ് അലൈ മീനാർ. ക്യാമറ കാണുന്ന കണക്കല്ല, ഭയങ്കര വലുതാണ്. നല്ല വലുതാണ് ഗൈസ്. ഇതും ഗിൽജി പണിഞ്ഞതാ. കുത്തബ് മീനാർ ഇല്ലേ, അതേപോലെ പണിഞ്ഞതാ. അതിനെ കാട്ടി 2 മടങ്ങ് സൈസ് ഉണ്ട്, വലുതാണ്. 24 എത്ര മീറ്റർ ഹൈറ്റ് ഉണ്ട്. കംപ്ലീറ്റ് ചെയ്തില്ല, കാരണം അതിന് മുമ്പ് പുള്ളിക്കാരൻ മരിച്ചുപോയി. അലാവുദ്ദീൻ ഖിൽജി മരിച്ചുപോയത് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അമീർ ഖുസ്രു അയാളുടെ തരീഖി എന്തായിരുന്നു? തരീഖി അലായിൽ ഇതിനെ പറ്റി പറയുന്നുണ്ട്. എന്തിനാണ് ഈ ഒരു ഖുവാത്തുൽ ഇസ്ലാം മോസ്ക് അല്ലല്ലോ, അലൈ മിനാർ പണിഞ്ഞത്. ഖുവാത്തുൽ ഇസ്ലാം മോസ്ക് തന്നെ. ഖുവാത്തുൽ ഇസ്ലാം മോസ്ക് എന്തിനാണ് അതിന്റെ സൈസ് ഏരിയ ഇൻക്രീസ് ചെയ്തത്, ഇത് എന്തിനാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ ഉള്ളതിന്റെ കാര്യങ്ങളൊക്കെ ഈ അമീർ ഖുസ്രു അയാളുടെ ബുക്കായിട്ടുള്ള തരീഖി അലയിൽ പറയുന്നുണ്ട്. കാണുന്ന കണക്കല്ല, നല്ല വലുതാണ്. ഇതിന്റെ അകത്തോട്ടൊന്നും നമുക്ക് കയറി അങ്ങോട്ട് അകത്തോട്ട് പോകാൻ പറ്റത്തില്ല. ഇതിങ്ങനെ ഇവിടെ വെച്ചേക്കും, അല്ലെങ്കിൽ കാണിക്കായിരുന്നു ഗൈസ്. അതിന്റെ അകത്തും എന്തോ സംഭവം ഉണ്ടായി ഗൈസ്. ഞങ്ങളങ്ങനെ കുത്തബ് മീനാർ ആ ഏരിയ ഫുള്ള് കണ്ടു തീർത്ത് ഇനി നമ്മൾ നേരെ പോകുന്നത് ഹുമയൂൺ ടോംബ് അല്ലേ, ഹുമയൂൺ ടോംബിലാണ് പോകുന്നത്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങളങ്ങനെ ഹുമയൂൺ ടോംബിൽ വന്ന് അകത്തോട്ട് നടന്നുകൊണ്ടിരിക്കുക. അകത്തെത്തിയിട്ട് നമ്മൾ ബാക്കി കാണിക്കാം. ഈ പുറകെ കാണുന്നതാണ് ഇസാഖ നിയാസി. അയാളുടെ ടോംബ്. അയാളെന്ന് പറയുന്നത് ഷേർഷാ സറിന്റെ കോർട്ടിലുള്ള ഒരു നോബിളായിരുന്നു. അപ്പൊ അയാളുടെ ടോംബ് ഈ പുറകെ കാണുന്നതാ. അടുത്തോട്ട് എന്നിട്ട് കാണിക്കാം ഗൈസ്.
ഇതാണ് നേരത്തെ കാണിച്ച ആ ഒരു ടോംബ് അടുത്തുനിന്നുള്ള വ്യൂ. അറിഞ്ഞൂടാ, എന്തേലും കാണും. ആണ്ടെ നല്ല വലിയൊരു ടോംബ്, നല്ല വലുതല്ലേ. ഇതാണ് അകത്തുനിന്നുള്ള വ്യൂ. അതിന്റെ അകത്താണ് ശവകുടീരം ഉള്ളത്. ആണ്ടെ ഗൈസ്, ഇതാണ് ഇസാഖാൻ നിയാസി, അയാളുടെ ശവകുടീരം. പ്രാവൊക്കെ ഉണ്ട്. അകത്തുനിന്നുള്ള വ്യൂ. ഇത് അകത്തോട്ട് കയറാവോ ഇല്ലയെന്ന് അറിഞ്ഞൂടാ. ഞങ്ങൾ എന്തായാലും റിസ്ക് എടുക്കുന്നില്ല, ഞങ്ങൾ കയറുന്നില്ല. അടുത്ത കാണാൻ പോവാം. ഗൈസ്, ഇതാണ് ആ മോസ്ക്. നേരത്തെ ആ ടോംബ് കണ്ടില്ലേ? അപ്പൊ അയാളുടെ ടൈമിൽ തന്നെ ഇസാഖാൻ നിയാസിയുടെ ടൈമിൽ തന്നെ പണിഞ്ഞ മോസ്കാണ് ഈ കാണുന്നത്. ഇത്രയേ ഉള്ളൂ ഗൈസ്. അകത്തോട്ടൊന്നും ഇല്ല. ഇതാണ് ആ മോസ്കിന്റെ ഉള്ളില്. ഇവിടെ ഒരു സ്റ്റെപ്പ് കാണുന്നു. അപ്പൊ അനശ്വര കയറി നോക്കിട്ട് എന്തോന്ന് പറയും, ചെല്ല്. അയ്യോ, ആ സ്റ്റെപ്പ് ഉള്ളിലോട്ട് അവിടെ ബ്ലോക്ക് ആയിട്ട് കിടക്കും. പക്ഷേ അല്ലെങ്കിൽ നോക്കായിരുന്നു ഗൈസ്. ഇപ്പൊ ഇവിടെ വേറൊന്നും ഇല്ല, ഇവിടെ ഇത്രയേ ഉള്ളൂ. ഒരു മതിലുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ മതിലിന്റെ മണ്ടേ കയറി. അതിന് മണ്ടേ കയറി ജസ്റ്റ് ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് വെറുതെ ഇങ്ങനെ അങ്ങ് നടന്നു നോക്കാന്ന് വിചാരിച്ചു ഗൈസ്. അപ്പം പോയി നോക്കാം. ഞങ്ങൾ ഈ മതിലിന്റെ മണ്ടയിലുള്ള, അപ്പൊ ഈ മതിലിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. കണ്ട അത് ടോംബ്. അവിടാണോ മോസ്ക്. ഇതാണ് ആ മതില്. കണ്ട അങ്ങോട്ടങ്ങ് കിടപ്പുണ്ട്. ഇസാഖാന്റെ ടോംബ് ഗാർഡൻ അവിടെ എക്സ്കവേറ്റ് ചെയ്തപ്പം കിട്ടിയ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറെ പോട്ട്സും കോയിൻസ് അതിൻ്റെ എല്ലാം തോന്നുന്നു 10-ൻ്റെയൊക്കെ ഇരിക്കുന്നു. കുറെ പോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തെ ഫുൾ ഹ്യൂമൻ ടോംബിൻ്റെ ആ ഒരു ഫുൾ വ്യൂ. ഇത്രയും സ്ഥലങ്ങളുണ്ട് ഇവിടെ. നമുക്കിനി ഹ്യൂമൻ ടോംബ് കാണാൻ പോവാം ഗൈസ്. ഇതാണ് ഹ്യൂമൻസ് ടോംബ്. അത് അയാളുടെ ഭാര്യയാണ്, ഹമീദ ബാനു ബീഗം. വൈഫാണ് ഹ്യൂമന് വേണ്ടി ഉണ്ടാക്കിയത്. നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് ബാക്കി കാണാം ഗൈസ്. ഇതാണ് ഹ്യൂമന്റെ ടോംബ്. ഇവിടെ സ്റ്റെപ്പുണ്ട്. നമുക്ക് സ്റ്റെപ്പ് കയറി അകത്തോട്ട് ചെന്നിട്ട് നോക്കാം. ഞങ്ങൾ സ്റ്റെപ്പ് കയറി തൻ്റെ മുകളിലെത്തി. ഇതാണ് ഗൈസ് ഹ്യൂമൻ ടോംബ്. അതിനകത്താണ് ഹ്യൂമനെ അടക്കിയേക്കുന്നത്. ബാബറിന്റെ മോനായിരുന്നു ഹ്യൂമൻ. ബാബർ എന്ന് പറയുന്നത് ഫസ്റ്റ് മുഗൾ എംപററായിരുന്നു. അയാളായിരുന്നു ബാബർ. അപ്പം ബാബറിന്റെ മോനാണ് ഹുമയൂൺ. ഹുമയൂണില്ലേ, ഹുമയൂണിന്റെ അച്ഛന്റെ ടോംബാ ഇത്. അച്ഛൻ എന്ന് പറയുമ്പോൾ ബാബർ, ഫസ്റ്റ് മുഗൾ എംപററായിരുന്നു. അയാളുടെ ടോംബ്, ബാബറിന്റെ ടോംബാണ് ഈ കാണുന്നത്. പക്ഷെ ഹുമയൂണിന്റെ ടോംബിന്റെ അത്ര ഇല്ല. ഇത് ഇച്ചിരി കൂടെ ചെറുതായില്ലേ, ഇച്ചിരി കൂടെ ചെറുതാ ഗൈസ്. ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ ഹ്യൂമൻ ടോംബ് കണ്ട് ഇപ്പോൾ പുറത്തിറങ്ങി. ഇനി ഫുഡ് കഴിക്കാൻ പോവുക. ഇന്നത്തെ ഇനി വല്ല ബസാറിലും കൂടെ കയറത്തേ ഉള്ളൂ. അതോടെ ഇന്നത്തെ ഇത് കഴിയും. ഇനി ഫുഡ് കഴിക്കാൻ പോവുക ഗൈസ്. ഞങ്ങളങ്ങനെ ഒരു കേരള റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. ഞാനും അനശ്വരയും ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. പാറു മസാല ദോശയാണ് പറഞ്ഞത്. കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച റെസ്റ്റോറൻറ്റാണ്. ഇവിടെ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്, കുറച്ച് ആശ്വാസമുണ്ട് ഗൈസ്. പാറുവിൻ്റെ ഫുഡ് വന്ന് മസാല ദോശയും വടയൊക്കെയാണ് പറഞ്ഞത്. പാറുവിന് ഭയങ്കര സന്തോഷമായി. ഇപ്പം പാറു വേണമെങ്കിൽ കരയും. ഇത് കഴിക്കാൻ വേണ്ടി മാത്രമേ ഇങ്ങോട്ട് വന്നത്. ഭയങ്കര ഡയലോഗ് അടിയായിരുന്നു ഗൈസ്. ഇവിടെ വന്നിട്ട് ഡൽഹിയിലെ ഫുഡൊക്കെ കഴിച്ചു നോക്കണം. ഇങ്ങനെ ബിരിയാണി എന്നിട്ട് എന്തോ ഛർദിച്ച് അതുകൊണ്ട് എനിക്ക് പിന്നെ തിന്നാൻ തോന്നുന്നു. ഞങ്ങളുടെ ചിക്കൻ ബിരിയാണി ഇതുവരെ വന്നില്ല, വെയിറ്റ് ചെയ്യുക. നിലപ്പ് ചൂടാക്കുന്നതേ ഉള്ളവർ. പൊടി ഗൈസ്, ഞങ്ങളുടെ ചിക്കൻ ബിരിയാണി വന്ന് വേണ്ടേ. ഞങ്ങളിനി കഴിക്കട്ടെ ഗൈസ്. ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ച് അനുസരിക്ക് വയ്യ, അതുകൊണ്ട് മാസ്ക് ഇട്ടേക്കുക. ഞങ്ങൾ ബിരിയാണി കഴിച്ചു. ബിരിയാണി നല്ലതായിരുന്നു ഗൈസ്. നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. വയറ് നിറഞ്ഞ്. മസാല ദോശ നല്ലതാന്ന് പറഞ്ഞ്. അപ്പോൾ ഇനി ഞങ്ങൾ ഏതെങ്കിലും പാലിക ബസാറിലോ സരോജിനി മാർക്കറ്റിലോ പോകുന്നതാണ്. ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പം അവിടെ എത്തിയിട്ട് ബാക്കി കാണാം ഗൈസ്. ഞങ്ങളങ്ങനെ സരോജിനി മാർക്കറ്റിൽ വന്ന് അങ്ങോട്ട് നടക്കുക ഗൈസ്. ഭയങ്കര തിരക്കാണ്. ഇന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ഞങ്ങൾ ഒരു ബാഗൊക്കെ മേടിച്ചിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് കടയൊക്കെ നോക്കട്ടെ ഗൈസ്.
അവിടെ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് അങ്ങനെ വ്ളോഗ് എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജും ഫുള്ളായി. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെങ്ങും പോയില്ല, ഞങ്ങൾ നേരെ ഹോട്ടലിൽ പോയി. നല്ല ബ്ലോക്കായിരുന്നു, ഒത്തിരി സമയം അങ്ങനെ അങ്ങ് പോയി. ഹോട്ടലിൽ ചെന്നിട്ട് ഞങ്ങൾ അപ്പോഴേ ബാഗ് എടുത്തിറങ്ങി. പിന്നെ ഞങ്ങളുടെ ട്രിപ്പ് ഇന്നത്തോടെ അവസാനിക്കുക. വേറൊന്നുമില്ല, ഈ വ്ളോഗും ഇവിടെ അവസാനിക്കുക. അപ്പോൾ ബൈ ഗൈസ്.